സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ നമ്മൾ കുട്ടികളെ സ്കൂളിൽ വിടുമ്പോൾ മാതാപിതാക്കൾക്ക് ഒത്തിരി സ്വപ്നങ്ങളും പ്രതീക്ഷകളുമൊക്കെ ഉണ്ടല്ലോ. അതനുസരിച്ച് അവർ നല്ല വസ്ത്രവും ഒക്കെ വാങ്ങിക്കൊടുത്ത് നല്ല ട്യൂഷനുമൊക്കെ ഏർപ്പെടുത്തി പ്രദേശത്ത് കൊള്ളാവുന്ന നല്ലൊരു സ്കൂൾ തിരഞ്ഞെടുത്തവരെ പഠിക്കാൻ അയക്കുകയാണ്. അവരുടെ പഠന സംബന്ധമായ കാര്യങ്ങൾ നിരന്തരം ശ്രദ്ധിക്കുകയും അവരെ ഒന്ന് കൃത്യമായി വാച്ച് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന മാതാപിതാക്കളും നമ്മുടെ നാട്ടിലുണ്ട്. വീട്ടിലെന്തെങ്കിലും ചെറിയ കുറ്റപ്പെടുത്തലുകളോ മറ്റോ നടത്തിയാൽ വീട്ടുകാരോട് പിണങ്ങി ഇറങ്ങിപ്പോകുന്ന സ്വഭാവമുള്ള ചില കുട്ടികളും നമ്മുടെ ഇടയിലുണ്ട്. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട്ട് നിന്നും 2 കുട്ടികൾ സ്കൂളിലേക്ക് പോയതാണ്. സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് ഒരു സുഹൃത്തിൻ്റെ ഫോൺ കോൾ വരികയും അയാളെ പിന്തുടർന്ന് അവർ ബോംബെയിലെത്തുകയും ചെയ്യുന്നു. അയാൾ ബോംബെയിലേക്ക് തുണി പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി പോവുകയായിരുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇവരെയും ബോംബെയിലൊക്കെ കൊണ്ടുപോയി അവിടെയൊക്കെ ഒന്ന് കാണിച്ച് വരാം എന്ന് അയാൾ വിചാരിക്കുന്നു. അങ്ങനെ പെൺകുട്ടികളെ വിളിക്കുന്നു. അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും പ്രയാസവുമില്ല. അയാളുടെ വിളി അനുസരിച്ച് പുറത്തേക്ക് പോകുന്നു. പഠിക്കാൻ സ്കൂളിൽ വിട്ട മാതാപിതാക്കളെ ഒന്നും അവരോർത്തില്ല, അവരുടെ അധ്യാപകരെ അവരോർത്തില്ല, അവരുടെ ഭാവിയെക്കുറിച്ചൊന്നും അവർ ചിന്തിച്ചില്ല. അപ്പോൾ അവരോട് പിന്നീട് ചോദിച്ചപ്പോൾ പറയുന്നത് വീട്ടിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് എന്നാണ്. എന്താണ് അച്ഛനും അമ്മയും മക്കളും തമ്മിലുള്ള ഇഷ്യൂസ്? അത് കുട്ടികളെ അവരുടെ സ്വഭാവ വൈകൃതങ്ങൾ കാണിക്കുമ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ത് ഇഷ്യൂ ആണ്? അത് വീട്ടിൽ തന്നെ പരിഹരിക്കാവുന്ന പ്രശ്നമല്ലേ? ഇത്തരത്തിൽ ഒക്കെയുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ട്. അവിടെ തന്നെ പരിഹരിക്കപ്പെടാവുന്ന പ്രശ്നം ബോംബെയിൽ പോയി പരിഹരിക്കാൻ സാധിക്കുമോ? ബോംബെയിൽ പോയാൽ ബോംബെയിൽ നിൽക്കാൻ കഴിയുമോ? ബോംബെയിൽ പോയിട്ട് ബോംബെയിൽ നിന്ന് പോലീസ് പിടിച്ചല്ലേ തിരിച്ച് വീട്ടിൽ കൊണ്ടുവരുന്നത്? അപ്പോൾ ഇപ്പോഴല്ലേ ഇഷ്യൂ ആയത്? മാതാപിതാക്കന്മാർ കുട്ടികളെ വഴക്ക് പറയുന്നതും അവരെ നേർവഴിക്ക് നയിക്കാൻ ശ്രമിക്കുന്നതുമൊക്കെ ഇഷ്യൂ ആണെന്ന് പറഞ്ഞ് പെൺകുട്ടികൾ അവരുടെ വീടുകളിൽ നിന്നിറങ്ങി പുറത്ത് സുഹൃത്തുക്കളുമായി ചുറ്റുകയും കറങ്ങുകയും ചെയ്താൽ പിന്നെ അവരുടെ ഭാവി എന്താണ്? അവരുടെ ഭാവി തീർന്നില്ലേ? അവരുടെ ജീവിതം തീർന്നില്ലേ? ഇങ്ങനെ നമ്മുടെ ചുറ്റുപാടുകളിൽ പലപ്പോഴും പല സംഭവങ്ങൾ നടക്കാറുണ്ട്. മനഃശാസ്ത്രജ്ഞന്മാർ പെൺകുട്ടികളെക്കുറിച്ച് പറയുന്നത്, പെൺകുട്ടികളെന്നല്ല സ്ത്രീകളെക്കുറിച്ച് മൊത്തത്തിൽ തന്നെ പറയുന്ന, അവർക്ക് കൂടുതൽ അപ്രിസിയേഷൻ, അവർക്ക് അഭിനന്ദനങ്ങൾ കേൾക്കണം, എന്ത് കാര്യങ്ങളിൽ അവർക്ക് പ്രോത്സാഹനങ്ങൾ കൂടുതൽ കൊടുക്കണം, അവരെ നമ്മളെപ്പോഴും കരുതുകയും അന്വേഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കണം എന്നൊക്കെയുള്ള ഒരു നിലയുണ്ട്. അത് സത്യവുമാണ്. പിന്നെ കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞിട്ടുള്ളതുപോലെ കനകം മൂലം കാമിനി മൂലം കലഹം പലവിധമുലകിൽ എന്നാണ്. പക്ഷേ ഈ കുട്ടികളെ സംബന്ധിച്ച് അവർ വളർന്നിട്ടുള്ള കുട്ടികളല്ല. അവർ മാതാപിതാക്കന്മാരുടെ സംരക്ഷണയിൽ കൂടുതൽ വളരുകയും നന്നാവുകയും പഠിച്ചുയരുകയും അവർ സ്വയം പര്യാപ്തരാകുമ്പോൾ അവർക്ക് സ്വന്തമായ ഒരു ജീവിതം തിരഞ്ഞെടുക്കുന്നതിനുള്ള തടസ്സമില്ല. അതാണ് റൈറ്റ്. ആ തരത്തിലൊന്നും ഒരു പ്രശ്നമില്ല. ഇവിടെ മാതാപിതാക്കന്മാർ കഷ്ടപ്പെട്ട്, അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എന്തെല്ലാം സഹിച്ചാണ് ഒരു കുട്ടിയെ ഇന്നത്തെ കാലത്ത് സ്കൂളിൽ അയക്കുന്നത്. ഒരു +2 പഠിക്കുന്ന ഒരു കുട്ടിക്ക് എന്തും വേണ്ടി പൈസ ചെലവഴിച്ചാണ് അവർ പഠിപ്പിക്കുന്നത്. ട്യൂഷന് വിടണം, ചിലപ്പോൾ ഓരോ വിഷയങ്ങൾക്കും പ്രത്യേകമായ ട്യൂഷൻ വേണം. അപ്പോൾ അതിനകത്ത് അശ്രദ്ധ കാണിക്കുമ്പോൾ പിന്നെ മാതാപിതാക്കന്മാരെ അംഗീകരിക്കാതിരിക്കുന്നത് കാണുമ്പോഴൊക്കെ ചിലപ്പോൾ അച്ഛനും അമ്മയും ഒക്കെ വഴക്ക് പറഞ്ഞെന്നിരിക്കും. ഇതൊന്നും ഒരു കുറ്റമായി കാണാൻ നമുക്ക് കഴിയുകയില്ല. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ജീവിതത്തിൽ ഈ അച്ഛൻ അമ്മ എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് നുള്ളിക്കളഞ്ഞും വെച്ച് പിന്നെ ഓടിക്കളയാവുന്ന ഒരു കാര്യമാണോ? ഒരു ജീവിതകാലം മുഴുവൻ അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം അതിജീവിച്ച്, ഈ പ്രതിസന്ധികളെല്ലാം അതിജീവിച്ച് ഈ കുട്ടികളെ വളർത്താൻ വേണ്ടി ശ്രമിക്കുന്നത്? അപ്പോൾ ആ മാതാപിതാക്കന്മാരുടെ വാക്കുകൾക്ക് ഒരല്പമെങ്കിലും വില ഈ കുട്ടികൾ നൽകേണ്ടതല്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഇതിനെല്ലാമുള്ള പരിഹാരമെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ യഥാർത്ഥ സ്ഥിതി ഈ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. യാതൊരു കാരണവശാലും ഇവർ ലാവിഷായിട്ട് ഇവരാഗ്രഹിക്കുന്നത് പോലെയുള്ള ജീവിതം ജീവിക്കാൻ ഈ പഠനകാലത്ത് സമ്മതിക്കരുത്.
അതുകൊണ്ടാണല്ലോ പണ്ടത്തെ ആളുകൾ പറഞ്ഞിരുന്നത്, പഠിക്കുന്ന കുട്ടികൾ കാക്കയെപ്പോലെ വീക്ഷണമുള്ളവരായിരിക്കണം, ശ്വാനനെ പോലെ ഉറങ്ങുന്നവരായിരിക്കണം, അതുപോലെ തന്നെ ഏറ്റവും പിന്നെ ഉച്ചേല ധരിക്കണം എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? സ്വന്തം ജീവിതത്തിലെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും സ്വയം മനസ്സിലാക്കി മാതാപിതാക്കന്മാരോടൊപ്പം അവരോട് ചേർന്ന് കുടുംബത്തിൽ ജീവിക്കണമെന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ കുട്ടികളുടെ മനോഭാവങ്ങളാകെ മാറിയിരിക്കുന്നു. അതിന് നമ്മളുടെ ചുറ്റുപാടുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ബാധകമാണ്. അവർക്ക് ഉയർന്ന ജീവിതം ഇപ്പോൾ തന്നെ കിട്ടണം, ഉയർന്ന ജീവിതം ഇപ്പോൾ തന്നെ കിട്ടണം എന്ന് പറയുന്നതിന് വീട്ടിൽ നിന്ന് ആരെങ്കിലും ഫോണിൽ വിളിച്ചാൽ അവരുടെ പുറകിനെ ഇറങ്ങി ഓടുന്നതാണോ? ആ ഓട്ടത്തിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും ലഭിക്കുമോ? മാതാപിതാക്കന്മാർ വളരെയധികം ലളിതമായ ജീവിതം നയിച്ച് കുട്ടികളെ ശരിയായ പാതയിലേക്ക് നയിക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ വലിയ പരിധിയിൽ നമുക്ക് സമാധാനം ഉണ്ടാക്കാൻ സാധിക്കും.